പാലക്കാട് മനുഷ്യക്കടത്തെന്ന സംശയം രേഖകളില്ലാതെ കൊണ്ടുവന്ന ബീഹാറിൽ നിന്നുള്ള 21 കുട്ടികളെയാണ് കണ്ടെത്തിയത്. 10 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കണ്ടെത്തിയത്. കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുർആൻ അക്കാദമിയിൽ പഠിപ്പിക്കാൻ എന്ന പേരിലാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. കോഴിക്കോട് ആണ്ടിക്കോടുള്ള സ്ഥാപനം ഹായത്തുള്ള ഇസ്ലാം സമിതിയുടെ നേതൃത്വത്തിലുള്ളതെന്ന് കുട്ടികളുടെ കൂടെയുള്ളവർ പറയുന്നു. എന്നാൽ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാനായതോടെ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഒരു മനുഷ്യക്കടത്തുനിന്ന് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഇത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് രേഖകളില്ലാതെയാണ് 21 കുട്ടികളെ ബീഹാറിൽ നിന്നും കൊണ്ടുവന്നത്. എന്താണ് ഇതിന് CWC ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് നൽകുന്ന വിവരം? ഒപ്പം ഒരു ലൈസൻസും ഇല്ല, ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടോ എന്നതിൽ പോലും വ്യക്തതയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ ഇവിടെ എത്തിച്ചത്? അശ്വതി, ഇന്നലെ ഒരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെയാണ് പാലക്കാട് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ 21 കുട്ടികളും അവർക്കൊപ്പം 2 ബീഹാറിലെ കിഷൻഗഞ്ച് സ്വദേശികളായ 2 മുതിർന്ന ആളുകളെയും RPF കാണുന്നത്. സംശയാസ്പദമായ രീതിയിൽ ഇവർ നിൽക്കുന്നത് കണ്ടതോടുകൂടെ തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന രേഖകളും മറ്റുമൊക്കെ RPF പരിശോധിക്കുകയായിരുന്നു. മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റെയിൽവേ പോലീസ് പറയുന്നത്. കാരണം ഈ കുട്ടികളുടെ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തതയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഈ കുട്ടികളെ കൈമാറുകയായിരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് അവർ പറയുന്നത് കോഴിക്കോട്ടെ ഒരു ഫാത്തിമ ഹിസ്ബുൾ ഖുർആൻ അക്കാദമിയിൽ പഠിപ്പിക്കാൻ എന്ന പേരിലാണ് ഇവരെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. കോഴിക്കോട് ആണ്ടിക്കോടുള്ള സ്ഥാപനം ഹായത്തുൽ ഇസ്ലാം സമിതിയുടെ നേതൃത്വത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. അബ്ദുള്ള മുഹമ്മദ് എന്ന ആളാണ് ഇതിൻ്റെ ചെയർമാൻ എന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10 മുതൽ 10 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കുട്ടികളെ ഇത്തരത്തിൽ പഠിക്കാൻ എന്ന പേരിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറയുന്നു. അശ്വതി, ആൺകുട്ടികൾ മാത്രമാണുള്ളത്. 21 കുട്ടികളും ആൺകുട്ടികൾ മാത്രമാണ്. ഇവർ എന്തോ ഒരു കോഴ്സ് പഠിക്കാൻ എന്ന പേരിലാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നു. 2 മാസത്തെ കോഴ്സെന്നും പറയുന്നുണ്ട്, 2 വർഷത്തെ കോഴ്സെന്നും പറയുന്നുണ്ട്. ഏതായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ഇതെന്ത് കോഴ്സാണ്, ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങളോ മറ്റോ കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതോടുകൂടെയാണ് ഈ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് കൈമാറുകയും തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പേഴുങ്കരയിലെ കെട്ടിടത്തിലേക്ക് ഇവരെ ഇപ്പോൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് ആരാണ് രക്ഷിതാക്കൾ എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഏതായാലും പാലക്കാട് ഈ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ മുൻപും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2025 തന്നെ സമാനമായ രീതിയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് 2013, 2014 കാലഘട്ടത്തിലും ഈ കുട്ടികളെ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയിരുന്നു. അതും മനുഷ്യക്കടത്ത്, കുട്ടിക്കടത്ത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. അന്നും കോഴിക്കോട്ടേക്ക് തന്നെയായിരുന്നു കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബീഹാർ, ജാർഖണ്ഡ് എന്നുള്ള CWC ചെയർമാൻ സേതുമാധവൻ എം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്തേ ശ്രീ സേതുമാധവൻ, ഗുഡ് മോർണിംഗ്. വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഒരു മനുഷ്യക്കടത്തെന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം ആകെയുള്ളത്. രേഖകളില്ലാതെയാണ് ഇത്തരത്തിൽ 21 കുട്ടികളെ ബീഹാറിൽ നിന്നും കൊണ്ടുവന്നത്. ഈ കുട്ടികളുമായി താങ്കൾ സംസാരിക്കാൻ ഇടയായോ? എന്താണ് കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം? ഇന്നലെ RPF ആണ് കുട്ടികളെ സംശയാസ്പദമായിട്ടൊരു സാഹചര്യത്തിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത്. കുട്ടികളുടെ കയ്യിൽ ആധാർ കാർഡാണുള്ളത്, രേഖകളില്ല എന്ന് പറയുന്നതല്ല, ആധാർ കാർഡിന്റെ കോപ്പിയാണുള്ളത്. അപ്പോ CWC സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ജനനത്തീയതിയും അതേപോലെ തന്നെ സ്കൂൾ രേഖകളുമാണ് നമുക്കൊരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്കൂൾ രേഖകളോ അതേപോലെ തന്നെ ജനന തീയതി തെളിയിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തിന്റെ രേഖകളോ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ RPF CWCക്ക് കൈമാറുന്നത്. അപ്പോൾ ഇപ്പൊ കുട്ടികളെ നമ്മളൊരു ശിശു സംരക്ഷണ സ്ഥാപനത്തിൽ ആക്കിയിരിക്കുകയാണ്. അപ്പൊ ലഭ്യമായ ഈ ആധാർ കാർഡിന്റെ രേഖ വെച്ച് നമ്മൾ ഇവരുടെ ലൊക്കേഷൻ നോക്കി അവിടുത്തെ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പഠിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടി, എന്ത് പഠിക്കാൻ വേണ്ടി വന്നു, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് വരികയാണ്. ഞാനിപ്പോ കുട്ടികളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കുട്ടികൾ എത്തരത്തിലാണ് സാർ പ്രതികരിക്കുന്നത്? ഏതാണെന്നൊന്നും അവർക്ക് ആ രീതിയിലുള്ള ഒരു കുട്ടികൾ പഠിക്കാൻ വന്നതാണ്. പിന്നെ ബന്ധപ്പെട്ട രേഖകളോ ഏത് സ്കൂളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്,
കോഴിക്കോട് അത് കൂടെ 2 പേരാണ് ഉണ്ടായിരുന്നത്. അവർ പറയുന്നത് കോഴിക്കോട്ടേക്കാണ് എന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് പിന്നെ ഈ ഭാഷയുടെ പ്രശ്നമില്ല. അപ്പൊ ഞങ്ങളുടെ കൗൺസിലേഴ്സും ഒക്കെ ഈ സ്ഥാപനത്തിൽ നിർത്തി 21 കുട്ടികളെ ഒരു സ്ഥാപനത്തിലാണ്, ഇപ്പൊ പാലക്കാടുള്ള ഒരു സ്ഥാപനത്തിലാണ് നിർത്തിയിട്ടുള്ളത്. നമ്മൾ അവിടെ പോയിട്ട് കുട്ടികളുടെ കയ്യിലുള്ള ആധാർ കാർഡിന്റെ രേഖകൾ, ആധാർ കാർഡ് പരിശോധിച്ച് ആ രേഖ അത് കൃത്യമാണോ എന്നൊന്ന് നോക്കാം. അങ്ങനെ ആധാർ കാർഡിന്റെ ഒരു ജെനുവിറ്റി നമ്മൾ നോക്കിയിട്ട് ആ കുട്ടികളുടെ യഥാർത്ഥ രക്ഷിതാക്കളെ ലഭ്യമാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയാണ് ചെയ്യുക. തീർച്ചയായും വളരെയധികം നന്ദി ഈ അവസരത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന് സാർ. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കുട്ടികളെ കാണാനായി പോകുകയാണ്. ആധാറാണ് ഈ കുട്ടികളിൽ നിന്ന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു ജെനുവിനിറ്റി പരിശോധിച്ച ശേഷം ഈ ആധാറുമായി ബന്ധപ്പെട്ട ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെടാനും തുടർന്ന് കുട്ടികളെ കൈമാറാനുമുള്ളൊരു നീക്കത്തിലേക്കൊക്കെയാണ് CWC നീങ്ങാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഇത് മനുഷ്യക്കടത്തുന്ന സംശയം നിലനിൽക്കുമ്പോഴും അവിടെ ചില അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 കുട്ടികളെയാണ് കണ്ടെത്തിയത്. ആൺകുട്ടികളാണ്. 10 മുതൽ 18 വയസ്സുവരെയുള്ള ആൺകുട്ടികളെയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. കോഴിക്കോട്ടെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നത് എന്നാണ് CWC അധികൃതരോട് ഈ കുട്ടികളെ കൊണ്ടുവന്ന 5 പേർ വിശദീകരിക്കുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറുകളിലാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഈ കുട്ടികളുടെ യഥാർത്ഥ രക്ഷിതാക്കൾ ആരാണ്, എന്തിന് ഈ കുട്ടികൾ കേരളത്തിൽ വന്നു, മതിയായ രേഖകൾ എന്തുകൊണ്ടില്ല, ആരാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്, കോഴിക്കോട്ടെ ഏത് സ്ഥാപനത്തിലാണ് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നതെന്നടക്കമുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകൾ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അരുൺ ചേരുന്നുണ്ട്. അരുൺ, CWC ചെയർമാൻ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കുട്ടികളുടെ കയ്യിൽ ആധാറുണ്ട്, പക്ഷേ അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉറപ്പിക്കാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ മറ്റ് മതിയായ രേഖകളൊന്നും തന്നെയില്ല. ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കാനെത്തി ക്ഷമിക്കണം അരുൺ, പഠിക്കാനെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ദുരൂഹതകൾ കൂടി നിലനിൽക്കുന്നുണ്ട് അരുൺ, അതെന്തൊക്കെയാണ്? പ്രധാനമായിട്ടും CWC പറയുന്നത് ഇതിൽ കുട്ടികളുടെ രേഖകളായിട്ട് കണക്കാക്കാൻ കഴിയുക എന്നുള്ളത് വിദ്യാഭ്യാസ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നും ഇവരുടെ പക്കൽ ഇല്ല എന്നുള്ളതാണ്. ആധാറിൻ്റെയും ഫോട്ടോ കോപ്പിയാണ് ഇവരുടെ കൈവശമുള്ളത്. ആ ഫോട്ടോസ്റ്റാറ്റിൽ ഉള്ള ആ ആധാർ അത് കൃത്യമാണോ, അത് ഇവരുടെ പറയുന്ന അഡ്രസ്സ് കറക്റ്റാണോ, ഇവരുടെ രക്ഷിതാക്കൾ തന്നെയാണോ ഇത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CWCയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ഈ രക്ഷിതാക്കളെ ബന്ധപ്പെടുക, അതിനുശേഷം ഈ കുട്ടികളുടെ പറഞ്ഞിരിക്കുന്ന ഈ ആധാറിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സും മറ്റുമൊക്കെ കൃത്യമാണോ എന്നുള്ളതാണ് ഒന്ന് അവർ പരിശോധിക്കുമെന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത് എവിടേക്കാണ്, അത് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ, അതിൽ എന്താണ് അവിടെ കോഴ്സ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല എന്നുള്ളതാണ് നേരത്തെ സംസാരിച്ച CWC ചെയർമാൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളത് തീർച്ചയായും വിശദമായ ഒരു അന്വേഷണം ഈ വാർത്തയിൽ അടിയന്തരമാണ്. എന്തായാലും കാരണം പാലക്കാട് മനുഷ്യക്കടത്തെന്നുള്ള സംശയമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 21 കുട്ടികളെയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആൺകുട്ടികളാണ്. കോഴിക്കോടുള്ള സ്ഥാപനത്തിൽ പഠിക്കാനെത്തി എന്നാണ് ഈ കുട്ടികളെ കൊണ്ടുവന്ന 5 പേർ നൽകിയ മൊഴി. എന്തായാലും CWC ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നും കിട്ടിയ ആധാർ ഉപയോഗിച്ച് കുട്ടികളുടെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അരുണാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.